താമരശ്ശേരി കൈതപ്പൊയിൽ അമ്മയെ വെട്ടിക്കൊന്ന മകൻ ആഷിക്ക് പിടിയിലായി. വീടിനകത്ത് ഒളിച്ചിരുന്ന പ്രതിയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിന് കൈമാറിയത്. തലച്ചോറിലെ ട്യൂമറിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലായിരുന്ന സുബൈദയെ കാണാനെത്തിയപ്പോഴാണ് മകൻ ആഷിക്ക് വെട്ടിക്കൊലപ്പെടുത്തിയത്. അപ്പൊ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോ ഈ കാഞ്ഞാമയിലുള്ള ഒരു ചെക്കന് ഓനവിടെ ലൻഡ് ചെയ്യിച്ച്. അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്തു. നല്ലഞ്ചേർക്ക് അകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാൻ ഈ വാർത്ത കേട്ട് ഭയങ്കര ഷോക്കിംഗായി. നൊന്ത് പ്രസവിച്ച സ്വന്തം ഉമ്മയെ തന്നെ ഏക മകൻ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയെന്നൊരു വാർത്ത. ചെറുപ്പത്തിൽ ഉപ്പ് ഉപേക്ഷിച്ച് പോയതാണ് ഇവരെ. എന്നിട്ട് ഈ പൊന്നു മോനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചൊരു നല്ല നിലയിലെത്തിക്കാൻ വേണ്ടി ആ ഉമ്മ സഹിക്കാത്ത സങ്കടങ്ങളില്ല, പ്രയാസങ്ങളില്ല. ഒടുവിൽ ആ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന പൊന്നു മോൻ്റെ കൈകൊണ്ട് തന്നെയാണ് ആ ഉമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇന്നലെ ശനിയാഴ്ച ഒരു ഉച്ചക്കാണ് ഈ സംഭവം നടന്നത്. ഇവൻ അടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ വെട്ടാനാണെന്ന് പറഞ്ഞൊരു കൊടുവാള് വാങ്ങിയിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ആ ഉമ്മാൻ്റെ കഴുത്തിന് നോക്കി വെട്ടിയതാ. കഴുത്തറ്റിങ്ങോട്ട് തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലിരുന്നു. കാണാൻ പോലും വയ്യാത്തൊരു സംഭവം. ഈ ഒരു മകൻ മുഹമ്മദ് ആഷിഖ് എന്ന 25-കാരനെ ഇതിന് പ്രേരിപ്പിച്ച കാരണം ഞാൻ പറയാം, മാധ്യമങ്ങളിൽ വന്ന കാരണങ്ങളൊന്നും അല്ല. യഥാർത്ഥ കാരണം മറ്റൊന്നുണ്ട്. ഈ നഷ്ടപ്പെട്ട ഉപ്പ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയിട്ട് ഇവനെ വളർത്തി വലുതാക്കുമ്പോൾ ആകൊരു മകൻ, ഈ ഒരു ആൺകുട്ടി മാത്രമേ ഉള്ളൂ. ആ ഉമ്മാൻ്റെ പ്രതീക്ഷ സുബൈദ എന്ന് പേരുള്ള 54 വയസ്സുള്ള ഉമ്മാൻ്റെ പ്രതീക്ഷ ഈ മോന് മാത്രമാണ്. +2 കഴിഞ്ഞിട്ട് അവന് ചേർത്തത് ഓട്ടോമൊബൈൽ JDT എന്ന് പേരുള്ള കോഴിക്കോടുള്ള വളരെ പ്രശസ്തമായ സ്ഥാപനത്തിൽ. അവിടെ നിന്നാണ് ഇവൻ ലഹരിക്ക് അഡിക്റ്റായത്. ആ ലഹരിക്ക് അഡിക്റ്റായിട്ട് ഇവനെ നേരാക്കാൻ വേണ്ടി ഇവൻ പല പ്രശ്നങ്ങളുണ്ടാക്കി. നാട്ടുകാരതിന് മുൻപ് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചതാണ്. അങ്ങനെ ഇവനെ ബാംഗ്ലൂരിലെ അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയിട്ടൊക്കെ നേരെയാക്കി കൊണ്ടുവന്നതിന് ശേഷം ആ ഉമ്മ കരുതി, ഉമ്മയാണെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, അർബുദഭാഗത്തിന് ചികിത്സയിലായിട്ട് സഹോദരിയായ സക്കീനയുടെ വീട്ടിലാണ് ഇപ്പോൾ താമസം. ആ അർബുദം മസ്തിഷ്കം വളരുന്ന ഒരു അസുഖമാണ്. ആ അസുഖത്തിൻ്റെ വേദന, അതിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലാണ് പാവം ആ സുബൈദ എന്ന് പേരുള്ള ഉമ്മ. ആ ഉമ്മ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല താൻ പാലൂട്ടി വളർത്തി താരാട്ടുപാടി ഉറക്കിയ തൻ്റെ മകൻ തന്നെ ആ കൈകൾ കൊണ്ട് തന്നെ തൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന്. ചിത്രങ്ങളിലൊക്കെ കാണുമ്പോൾ ആ ഉമ്മയെ സ്നേഹിക്കുന്ന നല്ലൊരു മോനാണ്. പക്ഷേ എന്താണ് പറ്റിയത്, നമ്മുടെ മക്കൾക്ക് എന്താണ് പറ്റുന്നത്, ഓരോ രക്ഷിതാക്കളും അറിയണം. ആൺകുട്ടികൾ, ഉമ്മമാരെ, നമ്മുടെ മക്കൾ പോകുന്ന പോക്ക് വലിയ അപകടത്തിലേക്കാണ്. ഈ ഒരു അപകടം നടന്ന വീട്ടിലെ ഈ ഒരു മരണപ്പെട്ട സുബൈദയുടെ സഹോദരി സക്കീനയുടെ വാക്കുകൾ വളരെ നിസ്സംഗമായിട്ട് അവർ പറയുന്നത്. ഒരു പക്ഷെ മനസ്സ് മരവിച്ചിട്ടായിരിക്കാം ആ സംഭവം നടന്ന് പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ഓന് +2 പഠിച്ച് പിന്നെ അവനെ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് 1.5 ലക്ഷം രൂപ കൊടുത്ത് JDT ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്നിന് അഡിക്റ്റായി. പിന്നെ ഞങ്ങളത് അറിഞ്ഞ നമ്മൾ ഓനെ അതിൻ്റെ പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഞങ്ങൾ ഓന് ചെയ്ത്. അത്രേ ഓനൊരു പ്രശ്നമില്ലാതെ ഇന്നലെ ഫുഡൊക്കെ കഴിച്ചല്ലേ, ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല. ഓന് അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല. ഓൻ 4 ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓനോട് പറഞ്ഞ് ഓനെ വിളിക്കി പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ മുന്നേ ഓന് ഒരു 100 രൂപ വേണമെന്ന് ഗൂഗിൾ പേ ചെയ്യാറുണ്ട് ഇന്നെ വിളിച്ചിരുന്നു. അത് ഞാൻ അവളോട് പറഞ്ഞില്ല, ഓക്ക് വിഷമാവണ്ട വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ് ഗേറ്റ് പൂട്ടണ്ട, ഓനിപ്പോൾ വരും. അപ്പോൾ ഗേറ്റിൻ്റെ ചാടി കടന്ന് വരുമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓളെ മോനല്ലേ, അപ്പോൾ ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ നമ്മൾ അങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഓക്ക് വിഷമാവണ്ട വെച്ച് ഞാൻ പൂട്ടാൻ പറ്റുന്ന തിരിച്ചു വന്നു. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാളെ, ലൈറ്റ് ഓഫ് ആക്കിയാളെന്ന് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ ആ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ കാഞ്ഞാമയിലുള്ള ഒരു ചെക്കന് ഓനവിടെ ലൻഡ് ചെയ്യിച്ച്. അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്തു. നല്ലഞ്ചേർക്ക് അകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച്. ഞാൻ കഴിച്ച് തീർന്നപ്പോഴാണ് ഇത് ഗേറ്റ് പൂട്ടാനോട് പറയുന്നത്. അപ്പോൾ ഓന് വേഗം കുളിച്ച് ഞാനപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞു നമ്മൾ രണ്ടാളും വേഗം തിന്ന് ഇവിടുന്ന് മേശയെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓന് പിന്മാറി കൊടുക്കാൻ. എന്നിട്ട് ഓൻ നല്ലോണം കഴിച്ചോട്ടോ, കുറച്ച് സൈലം ഇവിടെ നിന്നിട്ടില്ലാണ്ട്. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പം ഞാൻ എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രമെല്ലാം നിറച്ചോന് ഞങ്ങളെ വീട്ടിൽ നിൽക്കുകയത് കൊണ്ട് ഓന് വിഷമമൊന്നും ഉണ്ടാകുന്ന ഓക്ക് ഇഷ്ടമല്ല.
ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ ഓളോട് എപ്പോഴും പറയലാ, ഓനായിട്ട് ഏറ്റുമുട്ടുകയും ചെയ്യരുതെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞില്ല, ഞാൻ ഓനായിട്ട് കൊളത്താൻ പോയാലേ എന്നോട് ഏറ്റുമുട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായി. എനിക്കൊടി ഓനെ ഏറ്റുമുട്ടരുത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ ഞാൻ നേരം വെളുത്ത് പോയപ്പോ ഓനൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്, ഓളൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്. ഞാൻ 4 മണിക്ക് എണീച്ച് വെക്കുന്ന ഫുഡൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. 2 മണിയായപ്പോ വീട്ടിലെ ചേച്ചി എന്നെ വിളിക്കുകയാണ്. ഇപ്പൊ വിളിച്ചപ്പോഴാണ് ഇങ്ങനെ പ്രശ്നമാണ്, സക്കീനെ ഓടി വന്ന് വന്നപ്പോ 2 വാതിലും കുറ്റിട്ടുണ്ട്. അത്ര തന്നെ. വളരെ ഷോക്കിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഉപ്പ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയ ഈ പൊന്നു മോനെ വളർത്തിണ്ടാക്കിയ ഈ ഉമ്മാനെ കൊല്ലാനും ആഷിക്ക് പറഞ്ഞൊരു കാരണം പോലീസിനോട് അവൻ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണത്രേ. ജന്മം നൽകിയുള്ള ശിക്ഷയാണ് എന്നുള്ളത്. ജന്മം കൊടുത്തതിനുള്ള ശിക്ഷ 10 മാസം നൊന്ത് പ്രസവിച്ച ആ ഉമ്മക്ക് മകൻ കൊടുത്ത ശിക്ഷയാണത്ര ഇങ്ങനൊരു മരണം. എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഇവനക്ക് സത്യത്തിലൊരു പ്രകോപനം ഉണ്ടായിട്ടുണ്ട്. ആ പ്രകോപനം എന്താണ്? ഇവൻ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് കൊണ്ടുവന്നതിന് ശേഷം ഇവന് സുഹൃത്തുക്കളുമായിട്ടൊരു യാത്ര പോയി. ആ യാത്ര സുഹൃത്തുക്കൾ ആരാണ്? അവൻ അതിൽ വല്ല മയക്കുമരുന്നോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടോ, ലഹരിക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ അറിഞ്ഞൂടാ. അത് വന്നത് ഉമ്മ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതാണ് ഇവനെ പ്രകോപിച്ചത്. എന്നെ ചോദ്യം ചെയ്യാൻ ആരാണ്? ഇത് പറഞ്ഞിട്ടാണ് അടുത്ത വീട്ടിൽ നിന്ന് കൊടുവാളുമായിട്ട് വന്നിട്ട് ഈ പാവം ഉമ്മാനെ, നൊന്ത് പ്രസവിച്ച ഉമ്മാൻ്റെ മുഖത്ത് നോക്കുമ്പോൾ പോലും പുണ്യമെന്ന് പഠിപ്പിച്ച ഒരു മതത്തിൻ്റെ ഒരു അനുയായി, മകനെന്നുള്ള അവനക്ക് പേര് വിളിക്കാൻ പറ്റൂല. ആ പേര് വിളിക്കുമ്പോൾ ആ ഒരു മാതൃത്വത്തിന് പോലും അപമാനമാണ് ആ പൊന്നുമ്മയെ ഇങ്ങനെ നിഷ്കരണം കൊന്നു കളഞ്ഞത്. എന്നിട്ട് ഇവർ ഈ മടാളൊക്കെ കഴുകിയെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ വാതിലടച്ചിരിക്കാൻ. ആ ഉമ്മാൻ്റെ കരച്ചിൽ കേട്ട് നാട്ടുകാർ ഓടിക്കൂടി വന്നിക്കുമ്പോൾ ആർക്കവിടെ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവൻ അലറി വിളിച്ചിട്ട് വാതിലടച്ചു. ആളുകൾ ഭയന്ന് പിന്മാറി. ഒടുവിൽ പാവം സക്കീന അവിടെ തൊഴിലിൽ പോയതാണ്. അവർ പണിക്ക് പോയി ഉച്ചക്ക് 2 മണിയോടെ വീട്ടിലെത്തിയിട്ട് തരുമ്പോൾ ഇവൻ കൂളായിട്ട് വാതിൽ തുറന്നു. എന്നിട്ട് വീണ്ടും ഇവൻ ഒളിച്ചിരുന്നു റൂമിൻ്റെ ഉള്ളിൽ. എന്നിട്ട് ആളുകൾ പിടികൂടിയിട്ടാണ് ഇവനെ പോലീസിൽ ഏൽപ്പിച്ചത്. ഇവർ ഈ സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ട് അന്വേഷണം. ഇന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അള്ളാഹു ഈ വീഡിയോ പറയുമ്പോൾ അവരെ കബറടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അള്ളാഹു ആ ഉമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. ഇപ്പം കഴിഞ്ഞൊരു 5-6 മാസങ്ങൾക്കിടയിൽ ലഹരി ബാധിച്ച് സ്വന്തം അച്ഛനെ വെട്ടിയത്, അച്ഛൻ മകനെ വെട്ടിയത്, അമ്മയെ കൊന്നത്, ഇങ്ങനെ ഒരുപാട് വാർത്തകൾ കണ്ടിരുന്നു. ആ വാർത്തകളിലൊക്കെ നമുക്കത് കാണുമ്പോൾ സങ്കടമാണ്. ഇവനൊക്കെ പഠിക്കുന്നിടത്താണത്ര ലഹരി. നിങ്ങൾ സിനിമ നോക്കി, എവിടെയെങ്കിലും നോക്കി, ഇതൊക്കെ ലഹരിയാണ്. ഏത് സിനിമകളെടുത്ത് നോക്കിയാലും ലഹരിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതോടൊപ്പം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ. നിങ്ങൾ അതിനെ ആളുള്ളൂ. അത് മാർക്കോ എന്നുള്ള പേരിലാണെങ്കിലും റൈഫിൾ ക്ലബ്ബാണെങ്കിലും എങ്ങനെ നോക്കിയാലും ആവേശമാണെങ്കിലും നമ്മൾ ഓരോ ഫിലിംസിനെ, ഇതൊക്കെയാണല്ലോ യുവാക്കളെ സ്വാധീനിക്കുന്നത്. ഇതൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ തനിക്കെന്തോ കുറവാണെന്ന് കരുതുക. സർക്കാരെ അപേക്ഷിക്കുകയാണ്, നിങ്ങളാണല്ലോ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിയന്ത്രിക്കാൻ അധികാരമുള്ള ആളുകൾ. ഈ ലഹരി വരുന്ന മാർഗങ്ങൾ നിങ്ങൾക്ക് വിരോധിച്ചുകൂടെ? ഈ ചെറിയൊരു പ്രകോപനം ഉണ്ടാകുമ്പോഴേക്കും ആളുകൾ വെട്ടിക്കൊല്ലുന്നിടത്തേക്ക് ഈ ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ അവിടെയാണ് ലഹരിയുടെ എഫക്റ്റ്. അപ്പോൾ നമുക്കും നമ്മുടെ ലൈഫിലൊക്കെ പല പ്രകോപനം ഉണ്ടാവില്ലേ? ആളുകൾ നമുക്ക് ഇഷ്ടപ്പെടാതെ സംസാരിക്കൂലേ? നമ്മൾ വിചാരിച്ച ബസ് അവിടെ എത്താൻ നേരത്ത് ബസ് അങ്ങോട്ട് പോയിട്ട് നമ്മളൊക്കെ പ്രകോപനം ഉണ്ടാകുമ്പോൾ നമ്മൾ ആളുകളെ കയറി കൊല്ലലാണോ? അതും ജന്മം നൽകി താരാട്ട് പാടിയ പൊന്നുമ്മയെ കൊല്ലലാണോ? ആ ഉമ്മാൻ്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് പഠിച്ച, ഒരു മദ്രസയിൽ പഠിച്ച ഒരു മതത്തിൻ്റെ അനുയായികളല്ലേ നമ്മൾ? ആ ഉമ്മയുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ പടച്ച റബ്ബ് പുണ്യം തരുമെന്ന് പഠിപ്പിച്ചൊരു മതത്തിൻ്റെ അനുയായികളല്ലേ നമ്മൾ. എന്നിട്ടും നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ലഹരി നമുക്ക് എത്ര എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ലഹരിയുടെ പിന്നിലൊക്കെ നോക്കിക്കോ, MDMA, കഞ്ചാവ്, മറ്റു എന്തൊക്കെ സിന്തറ്റിക് ലഹരികളുണ്ടോ, ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ വമ്പൻ സ്രാവുകളാണ്. നമ്മൾ ഈ കാണുന്ന ചെറു പിടുത്തം മാത്രമല്ല. ഇപ്പം എൻ്റെ നാട്ടിൽ പൊന്നാനി ഭാഗത്ത് ലഹരിയുടെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് 20 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഒരുപാട് പേരെ പിടിക്കുന്നത് കാണാം. അവിടെ കഴിഞ്ഞ ന്യൂ ഇയറിന് ഒരുപാട് സിറിഞ്ചുകൾ ഇങ്ങനെ ന്യൂ ഇയറിൻ്റെ കർമ്മ റോഡിൻ്റെ ഭാഗത്ത് സിറിഞ്ചുകൾ കണ്ടിട്ട് വീഡിയോ ഞാൻ ചെയ്തു. എൻ്റെ ചാനൽ, ഈ വിസാൽ മീഡിയയിലല്ല, ഞാൻ ജോലി ചെയ്യുന്ന പൊന്നാനി മിറർ ലോക്കൽ വാർത്ത എന്ന് പറയുന്നൊരു ചാനലുണ്ട്, അതിൽ ചെയ്തു. അത് ഇൻസുലിൻ്റെ സിറിഞ്ചാണെന്ന് പറഞ്ഞ് വ്യാപക വിമർശനം. ക്രൈംബ്രാഞ്ച് അന്വേഷണം, സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം, SP റിപ്പോർട്ട്, പോലീസുകാർ വിളിച്ചു. ഞാൻ ആകെ ചുറ്റിപ്പോയി. ഒടുവിൽ എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ആ ഡി അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് വന്ന ഒരാളാണ് എനിക്ക് ആ വീഡിയോ അയച്ചത്. പക്ഷേ ഇത് ഇൻസുലിൻ സിറിഞ്ച് ആണെങ്കിലും ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് ലഹരിക്ക് വേണ്ടിയിട്ടാണ്. 100 കണക്കിന് സിറിഞ്ചുകളാണ് അവിടെ. ഇതൊക്കെ ലഹരിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ആ വീഡിയോ ചെയ്തതിന് ഒടുവിൽ ആ വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. എല്ലാവരും അന്വേഷണം വന്നോട് കൂടിയിട്ട് പോലീസുകാർ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു ഇത് ഇൻസുലിൻ്റെതാണ്, ഇത് ലഹരിക്കാണെന്നുള്ളത് തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അത് മൂടി വെക്കണമല്ലോ.
ഇത് എല്ലായിടത്തും ഉണ്ട്. കഞ്ചാവും ഇതെവിടെ നിന്നാണ് കിട്ടുന്നത്? സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, കോളേജിൽ പോകുന്ന കുട്ടികൾക്ക്. ഈ ഒരു ചെറുക്കനെ മുഹമ്മദ് ആഷിഖിന് കിട്ടിയത് കോളേജിൽ JDT പഠിക്കാൻ പോകുമ്പോഴാണ്. ഞാൻ JDT ക്ലാസ് എടുക്കാൻ പോയ ഒരാളാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് മൈൻഡ് ടൂൺ ക്ലാസ് എടുക്കാൻ പോയ ഒരാളാണ് വർഷങ്ങൾക്ക് മുൻപ്. നമ്മുടെ ക്യാമ്പസുകളിൽ വരുന്നൊരു രീതി, ഇത് പെൺകുട്ടികളടക്കം ലഹരിക്ക് അഡിക്റ്റായ ആളുകളുണ്ട്. ഒരു നിമിഷം എനിക്ക് ആ ഉമ്മാൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ ആരോ പ്രിയപ്പെട്ട ഒരാളെ പോലെ തോന്നുക. അത്രയും ആ ഉമ്മയും മകനും കൂടി ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസ്, ഉള്ളു നിറയെ ചിരി. ആ ഉമ്മ കരുതിയിട്ടുണ്ടാവും, റബ്ബേ ഈ മകൻ്റെ കൈ കൊണ്ടാണ് എൻ്റെ ജീവിതം അവസാനിക്കുന്നത് എന്നുള്ളത്. ആ സഹോദരി പറയുന്ന വാക്ക് കണ്ടില്ല, അപ്പോഴും ആ ഉമ്മ സപ്പോർട്ട് ചെയ്യാണ്. ആ ഒരു ഗേറ്റ് അടക്കണ്ട, അവൻ്റെ മോൻ ചാടി കടന്ന് വരുമ്പോൾ ഇടങ്ങറാവൂലേ. ഇങ്ങനെ പാരൻറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമാണെന്ന് ഞാൻ പറയും. കുട്ടികളെ വളർത്തുന്ന സമയത്ത് കുട്ടികളുടെ ബാല്യം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് കുട്ടികളുടെ ഒരു സോഷ്യൽ ആൻറ്റി ആയിട്ട് മാറുന്നത്, കുട്ടികളുടെ സ്വഭാവങ്ങൾ മാറുന്നത്. നമ്മുടെ ആൺകുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും ഭയക്കേണ്ടുന്ന ഒന്നാണ് ഈ ലഹരി. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ നല്ല ശ്രദ്ധയുണ്ടാവണം. നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാ തിന്മയുടെയും താക്കോലാണ് ഒരു കാര്യം. ഒരു കാര്യത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഹബീബായ നബി പറയാണ്, ഇതാണ് എല്ലാ തിന്മയുടെയും താക്കോൽ. ഏതാണ് ആ കാര്യം എന്നുള്ളതാണ് ചോദ്യം. 1 മദ്യം, 2 വ്യഭിചാരം. ഇതിലേതാണ് ശരിയുത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.